ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പുഡിങ്ങുമായിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇനി നമുക്ക് പുഡിങ്ങിലേക്ക് കിടക്കാം. ഞാനൊരു വെൽവെറ്റ് പുഡിങ്ങാണ് ചെയ്യുന്നത്. അതിന് ആവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്, മൈദ, 2 മുട്ട, അല്പം കളറ്, വാനില എസൻസ്, റോസ് എസൻസ്, പാല്, പഞ്ചസാര പൊടിച്ചത്. ഇത്രയുമാണ് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ. ഞാനിവിടെ ചൈന ഗ്രാസ് നല്ലതുപോലെ കുതിർത്തി വെച്ചിട്ടുണ്ട്. 1 കപ്പ് വെള്ളത്തിലാണ് ഞാൻ കുതിർത്തത്. അത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് ഞാനിപ്പോൾ നല്ലതൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ്. 10 ഗ്രാം ചൈന ഗ്രാസ് 1 കപ്പ് വെള്ളത്തിലാണ് നമ്മൾ കുതിർത്ത് മെൽറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മുട്ടയുടെ വെള്ള, 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുട്ടയുടെ വെള്ള നല്ലതുപോലെ ഒന്ന് ബീറ്റ് എടുക്കാം. ബീറ്റർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വിസ്ക് ഉപയോഗിച്ചും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. 1 കപ്പ് പഞ്ചസാര നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കണം. പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. മധുരം കുറച്ച് മതി എന്നുള്ളവർക്ക് 1/2 കപ്പ് ഇട്ടാലും മതി. നിങ്ങളുടെ മധുരം ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. മുട്ടയുടെ വെള്ളം നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിനി ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് കുറേശ്ശെയായി മുട്ടവെള്ള പതപ്പിച്ചതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറേശ്ശെ ഒഴിക്കണം, നല്ലതുപോലെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ സെറ്റാവാൻ സാധ്യതയുണ്ട്. നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് റോസ് എസൻസ് ഒഴിക്കാം. 1/2 ടീസ്പൂൺ റോസ് എസൻസ് ആണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത്. അത്രയും വേണ്ട എന്നുള്ളവർക്ക് 1/4 ടീസ്പൂൺ ഒഴിച്ചാലും മതി. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ കളർ ചേർക്കാം. ഞാൻ അല്പം റെഡ് കളർ കൂടെ ചേർത്തിട്ടുണ്ട്. കാണുന്നതിനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കളർ ചേർത്തത്. ഇനി നമുക്ക് ഇത് ഒരു പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് സമയം വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ ഇത് സെറ്റായി പോവും. നമ്മൾ മിക്സ് ചെയ്ത ഉടനെ തന്നെ ഇത് പാത്രത്തിലേക്ക് പകർത്തി സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഇതിനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമുക്ക് അതിന് വേണ്ട സോസ് റെഡിയാക്കി എടുക്കാം. നമ്മൾ കസ്റ്റാർഡാണ് സോസായിട്ട് ഉപയോഗിക്കുന്നത്. കസ്റ്റാർഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 2 മുട്ടയുടെ ഉണ്ണി നല്ലതുപോലെ പതച്ചെടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. മുട്ടയുടെ ഉണ്ണി നല്ലതുപോലെ പതച്ചതിന് ശേഷം മാത്രമേ പാൽ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. പാലൊഴിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 ടീസ്പൂൺ കോൺഫ്ലവർ ആണ്. 2 ടീസ്പൂൺ കോൺഫ്ലവർ നമ്മൾ ആഡ് ചെയ്തു. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് ഞാൻ പറയുന്നില്ല. പഞ്ചസാര നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് കുറുക്കിയെടുക്കണം. ഇനി നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ഒരുവിധം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്.
ഇത് സെറ്റായി വരില്ല, അല്പം ലൂസായിട്ട് നമ്മൾ പുഡിങ്ങിൻ്റെ മുകളിൽ ഒഴിച്ച് ആണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. അതുകൊണ്ട് കട്ടിയാവില്ല. നല്ല ചെറുതായൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. പുഡിംഗ് ഒരിക്കലും ഫ്രീസറിൽ വെക്കരുത്, എപ്പോഴും ഫ്രിഡ്ജിലാണ് വെക്കാവുള്ളൂ, ഫ്രീസറിലേക്ക് വെക്കരുത്. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് പുഡിങ്ങിൻ്റെ മുകളിലൊഴിച്ചാണ് കസ്റ്റാർഡ് സെർവ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുക. ഞാൻ അല്പം ചെറി വെച്ചാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. പുഡിങ്ങും കസ്റ്റാർഡും ഒരുമിച്ച് കഴിക്കുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.